കൽപ്പാത്തിയിൽ രഥോത്സവമാണ്. പഴയ കൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാൾ സ്വാമിയുടെ രഥം പ്രയാണം ഉടൻ ആരംഭിക്കും. പിന്നീട് ചാത്തപുരം പ്രസന്ന മഹാഗണപതിയുടെ രഥവും പ്രയാണം തുടങ്ങും. തുടർന്ന് അഗ്രഹാര വീഥികളിൽ പ്രയാണം നടത്തുന്ന 5 രഥങ്ങൾ വൈകിട്ട് 6 മണിയോടെ തേരുമുട്ടിൽ സംഗമിക്കും. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, കൽപ്പാത്തിയുടെ അഗ്രഹാര വീഥികളിൽ നിന്ന് ഭക്തിസാന്ദ്രമാണ്, ദേവരഥ സംഗമമാണ്. ചടങ്ങുകൾ എങ്ങനെ പുരോഗമിക്കുന്നു? സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അല്പസമയത്തിനകം തന്നെ പഴയ കൽപ്പാത്തിയിൽ ലക്ഷ്മി നാരായണ പെരുമാൾ സ്വാമിയുടെ രഥപ്രയാണം ആരംഭിക്കും. രഥാരോഹണത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. നമുക്ക് എൻ്റെ തൊട്ട് പുറകിലായിട്ട് നമുക്ക് ആ രഥം കാണാൻ സാധിക്കും. കാഴ്ചക്കുലകളും മറ്റുമൊക്കെ കൊണ്ട്, ദ്രവ്യങ്ങളൊക്കെ കൊണ്ട് അലങ്കരിച്ച് വളരെ മനോഹരമായിട്ടുള്ള ആ രഥം ഒരുക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ ക്ഷേത്രത്തിൽ ആദ്യം വേദപാരായണവും മറ്റ് വിശേഷാൽ പൂജകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഭഗവാൻ അവിടെ നിന്നും ഈ ക്ഷേത്രത്തിൽ നിന്നും വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തി ശിവഭഗവാനോട് അനുവാദം തേടിയതിന് ശേഷം പിന്നീട് തിരികെ ഈ ക്ഷേത്രത്തിലേക്ക് തന്നെ എത്തി ഇപ്പോൾ രഥാരോഹണം നടത്താൻ വേണ്ടി പോവുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പഴയ കൽപ്പാത്തിയിൽ ലക്ഷ്മി നാരായണ പെരുമാൾ സ്വാമിയുടെ രഥാരോഹണം ഉണ്ടാവും. ആ രഥാരോഹണത്തിന് ശേഷം രഥപ്രയാണം ആരംഭിക്കും എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്തായിട്ട് ചാത്തപുരം പ്രസന്ന മഹാഗണപതിയും രഥാരോഹണം നടത്തി രഥപ്രയാണത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നുണ്ട്. ഇവിടെ രഥപ്രയാണം ആരംഭിച്ച് തൊട്ട് പിന്നാലെ തന്നെ ചാത്തപുരത്തെ പ്രസന്ന മഹാഗണപതിയും അഗ്രഹാര വീഥികളിൽ രഥപ്രയാണം നടത്തും എന്നുള്ളത് തന്നെയാണ് ഇന്ന് രാവിലത്തെ പ്രധാന 2 ചടങ്ങുകൾ എന്നുള്ളത്. അത് ഈ 2 ക്ഷേത്രങ്ങളിലെയും രഥപ്രയാണം എന്നുള്ളത് തന്നെയാണ് ഇന്ന് രാവിലത്തെ പ്രധാന ചടങ്ങ് എന്നുള്ളത്. അതിനുശേഷം ഇന്നിപ്പോൾ വൈകിട്ട് 4 മണിയോടുകൂടെ ഈ രഥങ്ങളെല്ലാം അഗ്രഹാര വീഥികളിലൂടെ കടന്ന് അങ്ങനെ തേരുമുട്ടിയിലേക്ക് എത്തുമ്പോൾ 5 രഥങ്ങൾ ഒരുമിച്ച് എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. 5 രഥങ്ങൾ ആ തേരുമുട്ടിയിൽ സംഗമിക്കുമ്പോൾ വൈകിട്ട് 6 മണിയോടുകൂടിയുള്ള ആ നിമിഷം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും 363 ദിവസവും ക്ഷേത്രത്തിൽ ചെന്നാണ് ഭഗവാനെ ദർശിക്കാറ് എങ്കിൽ ഈ ദേവതകളെയൊക്കെ ഒരുമിച്ച് കാണാനുള്ള ഒരു അസുലഭ നിമിഷം അതാണ് വൈകിട്ട് 6 മണിയോടുകൂടെ തന്നെ തേരുമുട്ടിയിൽ ഉണ്ടാവുക. ആ തേരുമുട്ടിയിൽ നടക്കുന്ന ദേവരഥ സംഗമം കാണുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ രാവിലെ മുതൽ തന്നെ ആളുകൾ ഇങ്ങനെ കൽപ്പാത്തിയിലേക്ക് ഒഴുകി എത്തുകയാണ്. വിവിധ നാടുകളിൽ നിന്ന്, വിവിധ ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ കൽപ്പാത്തിയിലേക്ക് ഒഴുകി എത്തുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഏതായാലും തിരക്ക് ഓരോ വർഷവും കൽപ്പാത്തിയിൽ ഇങ്ങനെ കൂടിക്കൂടി വരുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ. അതായത് അരുൺ, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും, നിരവധി ഭക്തരാണ്, വിദേശികളടക്കമുള്ള ഭക്തരാണ് അവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്. അതുകൂടാതെ ഈ ദേവരഥ സംഗമത്തിൻ്റെ ആ ഭക്തിസാന്ദ്രമായ ചടങ്ങാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം തിരക്ക്, അത് ആ കൽപ്പാത്തിക്കാർ മാത്രമല്ല, പാലക്കാടുകാർ മാത്രമല്ല, സംസ്ഥാനത്തിന് അകത്തു നിന്നും പുറത്തു നിന്നും വിദേശത്തു നിന്നും അടക്കം നിരവധി ഭക്തർ അവിടത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. വിവിധ ജില്ലകളിൽ നിന്ന്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ കൽപ്പാത്തിയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും വിദേശികളായ ആളുകൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തുന്നു. ഈ നമ്മുടെ നാടിൻ്റെ സംസ്കാരം, അതിൻ്റെ പാരമ്പര്യം, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ അറിയുന്നതിന് വേണ്ടി, അതൊക്കെ അനുഭവിക്കുന്നതിന് വേണ്ടിയൊക്കെ ആളുകൾ ഇങ്ങനെ എത്തുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കൽപ്പാത്തിയിൽ കാണാൻ സാധിക്കുന്നത്. കൽപ്പാത്തി രഥോത്സവത്തിൽ 10 ദിവസമായിട്ട് കൽപ്പാത്തിയിലെ അഗ്രഹാര വീഥികളൊക്കെ വേദമന്ത്രമുഖരിതമായിരുന്നു. 4 വേദങ്ങളും ചൊല്ലുന്ന കേരളത്തിലെ അപൂർവം സ്ഥലങ്ങളിൽ ഒന്നാണ് കൽപ്പാത്തി എന്നുള്ളതും അതിൻ്റെ പ്രത്യേകത തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ആ ലക്ഷ്മി നാരായണ പെരുമാൾ രഥാരോഹണം നടത്തിയ രഥപ്രയാണത്തിന് വേണ്ടിയുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ രഥപ്രയാണം ആരംഭിക്കും എന്നുള്ളത് തന്നെയാണ്. കൽപ്പാത്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ രഥോത്സവം എന്നുള്ളത് മറ്റ് ഉത്സവങ്ങളിൽ നിന്നും വളരെ വേറിട്ടതാവുന്നത് അതിൻ്റെ രീതികൾ തന്നെയാണ്. ഈ പുരി ജഗന്നാഥ അവിടുത്തെ രഥോത്സവമുണ്ട്. ആ രഥോത്സവത്തിന് സമാനമായ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്നുള്ളതാണ്. മാത്രമല്ല ഈ കൽപ്പാത്തിയിലെ രഥോത്സവത്തിലെ പ്രധാന പങ്കാളി അല്ലെങ്കിൽ അതിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് വിശാലാക്ഷി സമേത വിശ്വനാഥനാണ്. വിശ്വനാഥൻ്റെ തട്ടകത്തിൽ നിന്നാണ് എല്ലാ ചടങ്ങുകൾക്കും തുടക്കം കുറിക്കുന്നത്. ആ വിശാലാക്ഷി സമേത
സമേത വിശ്വനാഥ സ്വാമിയുടെ പരിവാരങ്ങളുടെയൊക്കെ തേരുകൾ തൊട്ട് മുന്നിലായിട്ട്, അതായത് ഇപ്പോൾ ലക്ഷ്മി നാരായണ പെരുമാളിൻ്റെ രഥമാണ് പ്രയാണം നടത്താനായി നിൽക്കുന്നതെങ്കിൽ തൊട്ട് മുന്നിലായിട്ട് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയും പരിവാരങ്ങളും ഇങ്ങനെ അവരുടെ രഥങ്ങളും തൊട്ട് മുന്നിൽ തന്നെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ ഈ രഥോത്സവത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിൽ 363 ദിവസങ്ങളിലും ആളുകൾ ക്ഷേത്രത്തിൽ പോയിട്ടാണ് ഭഗവാനെ ദർശിക്കാറ് എങ്കിൽ ഈ രഥോത്സവം ദിവസം അവരുടെയൊക്കെ വീട്ടുമുറ്റത്തേക്കാണ് ഭഗവാൻ രഥത്തിലേറി ഇങ്ങനെ എഴുന്നള്ളി വരുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ പല നാടുകളിൽ നിന്ന് വന്നത്. എവിടെ നിന്നാണ് കേട്ടോ? ഞാൻ കണ്ണൂരിൽ നിന്ന്. രഥോത്സവം എങ്ങനെ അതിന് മുമ്പ് വന്നിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് വരുന്നത്. എങ്ങനെയുണ്ട്? ഇതുവരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പുതിയൊരു എക്സ്പീരിയൻസ് ആയത്. നിങ്ങൾ അല്ല, തൃശ്ശൂരാണ്. എങ്ങനെയുണ്ട് രഥോത്സവം മുൻപ് വന്നിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. നല്ല അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ആയിട്ട്. ഒരുപാട് നാടുകളിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ട്. മോളെ എങ്ങനെയുണ്ട് രഥോത്സവം? ഇവിടുത്തേനോ? കൽപ്പാത്തിയാണോ? അതെ, കൽപ്പാത്തിയാണ്. കൽപ്പാത്തിക്കാർക്ക് രഥോത്സവം എത്രമാത്രം പ്രധാനപ്പെട്ടാണ്? It is very grand, so I really liked it. Yeah, I've come after like 10 years, so it's a great experience. മലയാളം അത്ര അറിയില്ല. ബാംഗ്ലൂരിൽ നിന്ന് വന്നാണ്? ബാംഗ്ലൂരിൽ വെക്കേഷനാണ്. ലീവ് എടുത്തിട്ട് രഥോത്സവത്തിന് എടുത്തിട്ട് വന്നു. എങ്ങനെയുണ്ട് രഥോത്സവം? എത്രമാത്രം പ്രധാനപ്പെട്ടാണ്? கோபிச்செட்டிப்பாளையம் தமிழ்நாடு வந்திருக்கு. ஆமா, தமிழ்நாட்டில இருந்து வருவீங்களா? தமிழ்நாட்டுல இந்த மாதிரி கேரளாவில் கல்பாத்தி தேர் இருக்கு, ஆனா இது அது போல ஒரு 10 மடங்கு இருக்கு. ஆமா, இன்ட்ரெஸ்டா இருக்கு பாக்குறதுக்கு. காலையில ராத்திரில இந்த ஜண்ட வாத்தியம் இதெல்லாமே ரொம்ப நல்லா இருக்கு. கல்பாத்தி எப்படி நீங்க தமிழ்நாட்டுல எப்படி கேள்விப்பட்டீங்க? அதாவது தமிழ்நாட்டுல வந்து அக்ரஹாரத்தில் தேர் இருக்கு, ஆனா இது ரொம்ப பெருசு, நல்லா இருக்கு. எல்லா ஆൾക്കാരും வராங்க, ரொம்ப സൂപ്പറാ இருக்கு. തമിഴ്നാടനോ? അല്ല, എന്റെ പഴയ കൽപ്പാത്തി ഗ്രാമം തന്നെയാണ്. പല നാടുകളിൽ നിന്നാണ് ആളുകൾ ഇങ്ങനെ എത്തി അല്ലേ? യെസ്. ഞങ്ങൾ പക്ഷെ ബാംഗ്ലൂർ സെറ്റിൽഡാ, അവിടെ നിന്ന് വന്നിരിക്കുക, തേരിന് വേണ്ടി വന്നിരിക്കുക. ആണെങ്കിലും രഥോത്സവം എങ്ങനെയും ഇവിടെ എത്തും അല്ലേ? യെസ്, കറക്റ്റ്. ഓരോ നാടുകളിൽ നിന്നുള്ള ഒരുപാട് ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉള്ള ആളുകൾ. എവിടെ നിന്നാണ് ചേട്ടാ? ഞാൻ ആലപ്പുഴയിൽ നിന്നാണ്. ഇത് കൽപ്പാത്തി തേരുത്സവം കാണാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ്. ആദ്യമായിട്ടാണ് കാണുന്നത്. എങ്ങനെയുണ്ട് ഈ കൽപ്പാത്തി? ഭയങ്കര ക്രൗഡാണ്, ഭയങ്കര സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു കുറെ വാല്യൂസ് ഉള്ള ഒരു സ്ഥലമാണ്. അഗ്രഹാര വീതികളും രഥവും ഒക്കെ മറ്റ് ഒരുപാട് സ്ഥലത്തും കാണാത്ത തരത്തിലുള്ള കാഴ്ചകളാണ്. അതെ, പുതിയൊരു അറിവാണ്, പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. അത് തന്നെയാണ്. ഏതായാലും സംസാരിച്ച ആളുകളിൽ തന്നെ നമുക്ക് ഒരുപാട്, അതായത് ബാംഗ്ലൂരിൽ നിന്ന് വന്ന ആളുകൾ, തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആളുകൾ, ഒപ്പം കേരളത്തിന്റെ വിവിധ തൃശ്ശൂരിൽ നിന്നും കണ്ണൂരിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അത്തരത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഒഴുകിയെത്തുന്നു. പലരും ആദ്യമായിട്ടാണ് കൽപ്പാത്തി രഥോത്സവത്തിന് എത്തുന്നത്. കണ്ടും കേട്ടും ഒക്കെ മുൻപ് അറിഞ്ഞിട്ടുള്ള രഥോത്സവം, ആ രഥോത്സവം ആദ്യമായിട്ട് ഇങ്ങനെ നേരിൽ കാണാൻ കഴിഞ്ഞതിന്റെ ആ ഒരു അനുഭവങ്ങളാണ് ആളുകൾ പങ്കുവെക്കുന്നത്. ഏതായാലും ഇപ്പോൾ ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രം തൊട്ടപ്പുറത്തായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രത്തിൽ മേളപ്പെരുക്കം ഇങ്ങനെ മുറുകുന്ന ഒരു സാഹചര്യമുണ്ട്. തിരുകലാശം കൊട്ടി ഇപ്പോൾ ആ മേളത്തിന്റെ തിരുകലാശത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആ തിരുകലാശം കഴിഞ്ഞ് അല്പസമയത്തിനകം തന്നെ ലക്ഷ്മീനാരായണ പെരുമാൾ സ്വാമിയെ അലങ്കരിച്ച് അങ്ങനെ അലങ്കാരഭൂഷണായിട്ടുള്ള ആ ഭഗവാനെ ഈ രഥത്തിലേക്ക് എഴുന്നള്ളിക്കും എന്നുള്ളതാണ്. രഥത്തിൽ എഴുന്നള്ളിച്ച് രഥത്തിലേക്ക് എത്തിച്ച് രഥാരോഹണം നടത്തിയതിന് തൊട്ട് പിന്നാലെ രഥപ്രയാണം തുടങ്ങും എന്നുള്ളത് തന്നെയാണ്. മേളം പൊട്ടിമുറുകുന്നു. ഇപ്പോൾ അതിൻ്റെ തിരുകലാശത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു കാഴ്ച ഒരു വശത്ത്. ഏതായാലും കൽപ്പാത്തിയിൽ ഇന്നിപ്പോൾ വളരെ ഭക്തിസാന്ദ്രമാണ്. കൽപ്പാത്തിയിലെ അഗ്രഹാര വീഥികൾ ഒന്നടങ്കം വിവിധ നാടുകളിൽ നിന്ന്, വിവിധ ദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ ഒഴുകി എത്തുന്ന കാഴ്ച, തിരക്ക് നന്നായിട്ട് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. സാധാരണഗതിയിൽ കൽപ്പാത്തി രഥോത്സവത്തിന് ഈ ഞായറാഴ്ച ഈ രഥസംഗമം ഉണ്ടാവുക എന്നുള്ളത് അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ്. ഇത്തവണ ഏതായാലും രഥസംഗമം ഈ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിലേക്കാൾ കുറച്ചധികം തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഏതായാലും ഇതാ ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുന്നു. ഇനിയിപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ കൽപ്പാത്തിയിൽ ഇന്നത്തെ ഈ അവസാന ദിവസത്തെ ആ മൂന്നാം തേരിൻ്റെ പ്രധാന ചടങ്ങായ ദേവരഥ സംഗമം വൈകിട്ട് 6 മണിക്ക് നടക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇന്ന് രാവിലത്തെ രഥപ്രയാണത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ലക്ഷ്മീനാരായണ പെരുമാൾ സ്വാമി. പഴയ കൽപ്പാത്തിയിലെ ലക്ഷ്മീനാരായണ പെരുമാൾ സ്വാമിയാണ് ഇപ്പോൾ ശരി. ഏതായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കൽപ്പാത്തിയിൽ ഇന്ന് ദേവരഥ സംഗമമാണ്. ഭക്തസഹസ്രങ്ങളാണ് കൽപ്പാത്തിയുടെ അഗ്രഹാര വീഥികളിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്.